ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കാർ ഷോറൂമിലേക്കുള്ളതാണ്. കാർ ഷോറൂം യാത്ര ചെയ്യാനുള്ള പ്രത്യേക കാരണം എന്ന് പറയുന്നത്, ഞങ്ങൾ മോൻ്റെ വീട്ടിൽ വന്നപ്പം ഇവരുടെ സെഡാൻ കാറാണ്. സെഡാനിലെ 5 പേർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ. ഞങ്ങൾ അവിടെ അവർ 4 പേരും ഞങ്ങൾ 2 പേരുടെ ആയപ്പോൾ 6 പേരായി. 6 പേർക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 7 സീറ്റർ കാറിൻ്റെ ആവശ്യകത ഇവിടെ ഉണ്ടായി. ആ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ കാർ ഷോറൂമിൽ, സെക്കൻഡ് ഹാൻഡ് കാർ ഷോറൂമിൽ പോയി കാറ് നോക്കാം എന്നുള്ള തീരുമാനത്തിൽ പല ഷോറൂമുകളിലും ഞങ്ങൾ പോകാൻ ഇടയായത്. ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ സന്ദർശിച്ച പലതരം കാർ ഷോറൂമുകളുടെ വ്ളോഗാണ്. അമേരിക്കയുടെ കാർ ഇൻഡസ്ട്രിയിൽ ധാരാളം കാറുകൾ പലയിടത്തു നിന്ന് ഇറങ്ങുന്നുണ്ട്, വിദേശത്തു നിന്ന് ഇറങ്ങുന്നുണ്ട്. എങ്കിലും ഇവിടെ സെക്കൻഡ് ഹാൻഡ് കാറുകൾക്ക് വലിയൊരു മാർക്കറ്റുണ്ട്. ഓരോ സിറ്റിയിലും അതുപോലെ തന്നെ ധാരാളം കാർ ഷോറൂംസ് സെക്കൻഡ് ഹാൻഡ് കാർ റീകണ്ടീഷൻ ചെയ്ത് വിത്ത് വാറണ്ടിയോടുകൂടി കൊടുക്കുന്നുണ്ട്. പുതിയ കാർ എടുക്കുന്നതിനേക്കാളും വളരെ വിലക്കുറവിൽ കിട്ടും. എന്നാലും അധികം പഴകാത്ത കാറുകൾ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് കൊടുക്കുന്ന പല കാറുകളുണ്ട്. പല രീതിയിൽ കിട്ടും. അതൊക്കെ വളരെ ലാഭകരമായിട്ട് കിട്ടും. അത് ആ മാർക്കറ്റ് ഒന്ന് നോക്കാനും സ്റ്റഡി ചെയ്യാനുമാണ് ഈ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പല ദിവസങ്ങളായിട്ട് പോയതാണ്. അതെല്ലാം കൂടെ കൂടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ റിലീസ് ചെയ്യുന്നത്. ഞങ്ങൾ കാർമാക്സിലെ ഈ കാറ് ഒരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നടത്തി. ഡ്രൈവ് ചെയ്യാനൊക്കെ സുഖമായിരുന്നു. പക്ഷേ അതിൻ്റെ ഇൻറ്റീരിയർ സൈഡ് വളരെ മോശമായിരുന്നു. എല്ലാം ഡാമേജ്ഡായിട്ടൊക്കെ കിടക്കുന്നുണ്ട്. അവർ റിപ്പയർ ചെയ്ത് ചെറുതായിട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അത്ര പോരാ. കണ്ടീഷൻ അത്ര ശരിയായിട്ട് തോന്നിയില്ല. കാർമാക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അത് എല്ലാ ബ്രാൻഡുകളുടെയും 100 കണക്കിന് കാറുകൾ ഒരേ സ്ഥലത്ത് തന്നെ നമുക്ക് സെലക്ഷനായിട്ട് കിട്ടും. എന്നാൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നോ ബാർഗെയിനിങ്, വിലപേശലില്ല, ഫിക്സഡ് വിലയാണ് അവർ പറയുന്നത്. പിന്നെ കൃത്യമായ ക്വാളിറ്റി ചെക്കിംഗ് ആയിട്ടാണ് അവർ പറയുന്നെങ്കിലും നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെക്ക് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഇവിടെ കണ്ട കാറിന് ഇൻസൈഡിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കണ്ടു. അതുകൊണ്ട് തന്നെ വലിയ താല്പര്യം കാണിക്കുന്നില്ല. ഞങ്ങളത് കഴിഞ്ഞ് വോൾസ്വാഗൻ്റെ ഒരു ഷോറൂമിലേക്ക് പോയി. അത് എക്സ്ക്ലൂസീവ്ലി വോൾസ്വാഗൻ്റെ മാത്രം ഡീൽ ചെയ്യുന്നൊരു ഷോറൂം, അവരുടെ തന്നെ സെക്കൻഡ്സ് ഡീൽ ചെയ്യുന്ന അവരുടെ ഒരു ഷോറൂമിൽ ചെന്ന് കാറുകളൊക്കെ നോക്കുവാനിടയായി. ഇത് തന്നെ വേറെ കളർ ഏതാ ഉള്ളത്? Park itself, you have a 360-degree view camera, so very nice in that regard. This one's $39, I believe, but it's the SEL Premium R-Line. Well, like I said, they have one right there. ഇവിടുത്തെ കാറുകളുടെ വില നോക്കിക്കഴിഞ്ഞാൽ പുതിയ കാറും സെക്കൻഡ് ഹാൻഡ് കാറുകളും തമ്മിൽ വലിയ വില വ്യത്യാസമില്ല. ശരിക്കും അത്രയ്ക്ക് അങ്ങോട്ട് നമ്മൾ വർത്തായിട്ട് തോന്നിയില്ല. പക്ഷെ കാറൊക്കെ നല്ല കണ്ടീഷനൊക്കെയാണ്. കാണാൻ അവർ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് തന്നതൊക്കെ. പക്ഷേ നമുക്ക് കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ അത്ര ഒരു ബെനിഫിറ്റായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. പൊതുവേ US-ലെ ഈ യൂസ്ഡ് കാർസിൻ്റെ, സെക്കൻഡ് ഹാൻഡ് കാർസിൻ്റെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഏരിയ മുഴുവൻ അങ്ങനെ ആയിരിക്കും. ഇത് തന്നെ ഇതിൻ്റെ പല കമ്പനികളുടെ കാറുകളും ഷോറൂംസും എല്ലാം ഒരേ സ്ട്രീറ്റിലാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ആ ഒരു ട്രെൻഡ് ആയി വരുന്നുണ്ട്.
സർട്ടിഫൈഡ് കാർസിൻ്റെ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലും തുടങ്ങിയിട്ടുണ്ടല്ലോ. ടൊയോട്ട അങ്ങനെയുള്ള കമ്പനികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഒരുവിധം വിശ്വസിക്കാവുന്നതും സർവീസ് ഗ്യാരൻറ്റിയോട് കൂടിയിട്ടുള്ള കാറുകൾ ലഭ്യമാണ്. പക്ഷേ വലിയ വിലയിൽ അത്രയ്ക്ക് വലിയ മെച്ചം അത്രയ്ക്കും അങ്ങോട്ട് കിട്ടത്തില്ല. പക്ഷെ ചിലത് നല്ല രീതിയിൽ ഒത്തു കിട്ടും. അങ്ങനെയും സാധ്യതകളുണ്ട്. അടുത്ത ഞങ്ങൾ ഇൻഫിനിറ്റിയുടെ ഷോറൂമിലാണ് പോയത്. അവിടെ ചെന്ന് കാറുകളൊക്കെ കണ്ടു. പുതിയ സർട്ടിഫൈഡ് കാറ് പുതിയതുണ്ടായിരുന്നു. പക്ഷേ വില നല്ല ഹൈ പ്രൈസിങ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര താല്പര്യപ്പെട്ടില്ല. കണ്ടു കെട്ടി ഞങ്ങളിങ്ങനെ പോന്നു. Yes, thank you. What's that? Your name, please? Derek. Dad. How you doing? ഞങ്ങൾ നിസാൻ്റെ ഷോറൂമിൽ പോയി. എങ്കിലും അവിടെ പൊതുവെ ഒരു വണ്ടിയും അത്ര താല്പര്യപ്പെട്ടില്ല. ഹോണ്ടയുടെ ഷോറൂമിൽ പോയി. ഹോണ്ടയുടെ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹോണ്ടയുടെ വണ്ടിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ സ്ലൈഡിങ് ഡോറാണ് ബാക്കിൽ. മാത്രമല്ല അകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ആ സീറ്റ് മടക്കുന്നത് ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ അത് മടങ്ങി സൈഡിലേക്ക് മുകളിലേക്ക് പോയി നിൽക്കും. അത് നമുക്ക് ഈസി ആയിട്ട് ബാക്കിലേക്ക് കയറാം. ഈവൻ ടൊയോട്ടയുടെ ഹൈക്രോസിനോ ഒന്നും അങ്ങനെയുള്ള ഫെസിലിറ്റീസൊന്നുമില്ല. ഹോണ്ടയുടെ ഈ വണ്ടിയുടെ ആ ബാക്ക് സീറ്റിലേക്ക് കിടക്കാനും ഇതെല്ലാം കൊണ്ടും നല്ല വണ്ടിയായിരുന്നു. ആ മോഡൽ കാറൊന്നും നമുക്കിവിടെ ഇന്ത്യയിൽ അത് അവൈലബിൾ അല്ല. അതിൻ്റെ നല്ല സൗകര്യമാണ് ബാക്കിലേക്ക് കയറാനായിട്ട്. മറ്റുള്ള വണ്ടികളിലൊക്കെ നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണല്ലോ ബാക്ക് 7 സീറ്റർ വണ്ടികളിലേക്ക് ബാക്കിലെ സീറ്റിലേക്ക് കിടക്കുന്നത്. ഇത് വളരെ നല്ല സൗകര്യമുള്ള ഒരു അറേഞ്ച്മെൻ്റാണത്. ടൊയോട്ടയെക്കുറിച്ച് പിന്നെ പറയാനില്ല, എല്ലാവർക്കും അഭിപ്രായമുള്ള വണ്ടിയാണ്. അതേപോലെ തന്നെയാണ് സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് പോലും വില. ശരിക്കും ഫ്രഷായിട്ട് ബുക്ക് ചെയ്താൽ അമേരിക്കയിലും അത് കിട്ടാൻ ആ സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സിയന്ന എന്ന് പറഞ്ഞിട്ടുള്ള ടൊയോട്ടയുടെ ഒരു വണ്ടി കാണാൻ പോയി. പക്ഷേ അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പുതിയ വണ്ടിയും ഈ പറയുന്ന സർട്ടിഫൈഡ് കാറുമായിട്ട് വലിയ വില വ്യത്യാസമില്ല. ഇതെടുക്കുന്നത്ര വർത്തായിട്ട് തോന്നിയില്ല. പക്ഷേ ടൊയോട്ടയ്ക്ക് അവിടെയും ഇന്ത്യയിലും എല്ലാം അതേപോലെയുള്ളൊരു പ്രൈസിങ്ങിലാണ് നിൽക്കുന്നത്. ഏതായാലും അത് വേണ്ടാന്ന് വെച്ചു. ഹോണ്ട ഒഡീസി അതായിരുന്നു ഞാൻ നേരത്തെ ഞങ്ങളൊരു ഷോറൂമിൽ പോയി കണ്ട കാറ്. അത് വളരെ രസകരമായൊരു സംഭവമാണ് ഇനിയും വിവരിക്കാൻ പോകുന്നത്. ക്ലീൻ എന്ന് പറയുന്ന സ്ഥലത്ത് ക്ലിയോബേ എന്ന് പറയുന്ന ഒരു കാർ ഏജൻസി, അവരുടെ ആ ലൊക്കാലിറ്റിയിലുള്ള ആ ഒരു ഹോണ്ടയുടെ ഏജൻസി ഉണ്ട്. അവിടെ ഹോണ്ടയുടെ ഒഡീസി എന്ന് പറയുന്നൊരു കാറ് അവിടെ അവൈലബിളാണ്. അവർ ഒരു സ്പെഷ്യൽ പ്രൈസിന് വിൽക്കുന്ന ഒരു ഓഫർ പ്രൈസ് എന്നും പറഞ്ഞിട്ട് ഒരു ആഡ് കണ്ടു. ആ ആഡ് കണ്ടിട്ട് അവരെ വിളിച്ചു വെച്ചപ്പോൾ വണ്ടി അവൈലബിളാണ്, നിങ്ങൾ വന്ന് നോക്കിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ നോക്കിയപ്പോൾ അവിടുന്ന് 52 മിനിറ്റ് യാത്രയുണ്ട്. ഏതാണ്ട് ഇറ്റ് കംസ് നിയർലി 40 മൈലോ ഏതാണ്ട് അകലമുണ്ട് ഞങ്ങൾ താമസിക്കുന്ന ജോർജ് ടൗണിൽ നിന്ന്. ഏതായാലും അങ്ങോട്ട് ട്രിപ്പ് ആവുമല്ലോ, ഒന്നൊന്ന് പോയേക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ മോനുമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. വളരെ രസകരമായിരുന്നു അതിൻ്റെ സംഭവം. ഞങ്ങൾ ഏതാണ്ട് ഒരു മണിക്കൂറോളം യാത്ര ചെയ്താണ് ഞങ്ങൾ ക്ലീൻ എന്ന് പറയുന്ന സിറ്റിയിലേക്ക് എത്തിയത്. ഏറ്റവും രസകരമായിട്ടൊരു കാര്യം വെച്ചാൽ ആ യാത്ര വളരെ നല്ല ഭംഗിയായിരുന്നു. സൈഡൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് ഇപ്പോഴും ഈ അമേരിക്കയിലെ ഓരോ റോഡുകളും. ഏത് സ്ഥലത്തേക്ക് പോയാലും ഇത്രയും ഭംഗിയായിട്ട് എങ്ങനെയാണ് ഇവർ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. അത്ര ഭംഗിയായിട്ടുള്ള സ്ഥലമായിരുന്നു. ഇഷ്ടംപോലെ പൂക്കളും സൈഡിലൊക്കെ ബട്ടർ കപ്സും ഇതെല്ലാം നിൽക്കുന്നുണ്ട്. അങ്ങനെ വളരെ ഭംഗിയുള്ളൊരു യാത്ര.
അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർ പറയുന്നത് അവർക്ക് ആഡ് ഇട്ടത് തെറ്റിപ്പോയി, അങ്ങനെ ആ വിലയ്ക്ക് ആ വണ്ടി കൊടുക്കാനില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് നല്ല വില വ്യത്യാസം ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഏതാണ്ട് $10,000 വ്യത്യാസം പ്രൈസിങ്ങിൽ അവർ കുറച്ചാണ് പറഞ്ഞത്. അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പം അവർ പറയുന്നത് അത് ബൈ മിസ്റ്റേക്ക് സംഭവിച്ചതാണ്, $1,000 മറ്റോ കുറയുള്ളൂ, അവർ ഇട്ടപ്പോൾ ഒരു പൂജ്യം കൂടി പോയെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഞങ്ങൾ അവിടം വരെ യാത്ര ചെയ്ത് ഞങ്ങളവിടെ ഒരു കോഫി ഷോപ്പിലൊക്കെ കയറി ഫുഡുമൊക്കെ വാങ്ങിച്ച് അത്രയും ദൂരെ പോയി യാത്ര ചെയ്ത് തിരികെ വന്നു. ഞങ്ങൾ വാട്ടർ ബർഗർ എന്ന് പറയുന്നൊരു ഷോപ്പിൽ കയറി അവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്തു. ഡ്രൈവ് ത്രൂ ആയിരുന്നു. ഡ്രൈവ് ത്രൂ കയറി വാങ്ങിച്ച് അത് കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ തിരികെ പോകുന്നത്. നല്ല ബർഗറായിരുന്നു. In Antarctica in early 2017, scientists were concerned. While the kelp didn't constitute a full-scale invasion, it did suggest that invaders might be a bigger threat in the years ahead. Antarctica is well isolated from the rest of the world. Strong winds and currents in the surrounding ocean tend to keep creatures from other lands away. In fact, scientists had thought the Southern Ocean was like a steel curtain, keeping Antarctic shores untouched. The discovery of the bull kelp proved ഇതുണ്ട് jalapeno ഉള്ളത് വേണോ? What was that? One jalapeno and cheese Whataburger. Okay. Everything on it? Yeah, everything on it. The drink? No, it's just the avocado. Just the burger? Yeah, just the Okay. burger. Yeah. Anything else? It's basically Want to go with the sweet and spicy? Just a minute. under sweet and Alright. spicy. Give it a sweet and spicy. Two. So two of Two that. jalapenos? Yeah, 2 jalapeno cheeseburgers and 1 bacon cheese. Okay. Yeah, I think that should be good for us. Okay, can I get a name for you? Alan, ALAN. Okay, just repeat, it's 2 jalapeno burgers and 1 number 5. ഞങ്ങൾ ഈ ക്ലീൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ട് തിരികെ വരുന്ന വഴിക്ക് അങ്ങോട്ട് പോയപ്പോഴും കണ്ടത് കുറേ ഓപ്പൺ ലാൻഡ് ഉണ്ട്. ഈ ഓപ്പൺ ലാൻഡ് എന്ന് പറയുന്നത് മുഴുവൻ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്. 13 acres, 30 acres, 25 acres ഒക്കെ ഇങ്ങനെ വലിയ ലാൻഡുകൾ വിൽക്കാനായിട്ട്. അവിടെയൊക്കെ റിയൽ എസ്റ്റേറ്റിൻ്റെ വലിയൊരു സിറ്റി വളർന്നുകൊണ്ടിരിക്കുക ഈ ഓസ്റ്റിനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസാണ്. അപ്പം ഇങ്ങനെയുള്ള ഏരിയ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് പലരും വാങ്ങിച്ചിടുന്നുണ്ട്. പക്ഷെ അവിടെ വാങ്ങിച്ചിട്ട് അവിടുത്തെ ഒരു നിയമപ്രകാരം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ടാക്സ് കൊടുക്കണം, അല്ലെങ്കിൽ അത് അഗ്രികൾച്ചർ ലാൻഡ് എന്നുള്ള നിലയിൽ വാങ്ങിച്ചിടാം, ആ രീതി ചെയ്യാം. അല്ലെങ്കിൽ വാങ്ങിച്ചിട്ട് പലരും ചെയ്യുന്നതെന്ന് വെച്ചാൽ പശുക്കളെയൊക്കെ ഇതിനകത്ത് വളർത്തും ഫാം ഫീൽഡായിട്ട് വളർത്തുകയാണെങ്കിൽ കാറ്റിൽ ഇങ്ങനത്തെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാൽ ടാക്സ് എക്സംപ്ഷൻ കിട്ടും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ഏതായാലും ഈ റൂട്ട് നല്ല രസമാണ് കാണാൻ. ഇതിന് എല്ലാം റോഡുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ സൂപ്പർ, ഒന്നും പറയാനില്ല. അതുപോലെ ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുക. ഈ മെയിൻ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഹൈവേസ് ഒന്ന് മാത്രമല്ല, അത് ഇനിയും ഡെവലപ്പ് ചെയ്യാനുള്ള ഏരിയയും കൂടെ പ്രൊവിഷൻ ഇട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. വെൽ പ്ലാൻഡാണ്. നമ്മുടെ നാട്ടിലെ വെറുതെ കിടക്കുന്ന പാടങ്ങളുണ്ടെങ്കിൽ പോലും ഒന്നും ഡെവലപ്പ് ചെയ്യാനുള്ളൊരു കാഴ്ചപ്പാട് ഇതുവരെ നമ്മുടെ സർക്കാരുകൾക്കുണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാകട്ടെ, ഒരു മാറ്റം ഉണ്ടാകട്ടെ. അതുണ്ടായാൽ അത് ആ നാടിൻ്റെ പുരോഗതിക്ക് വളരെ നന്നായിരിക്കും. ഈ ഏരിയയിൽ കൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പം ക്യാമറ ഓഫ് ചെയ്യാനേ തോന്നുന്നില്ല. കാര്യം വെച്ചാൽ ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്ന ലാൻഡാണെങ്കിൽ പോലും കാണാൻ നല്ല ഭംഗിയാണ്. ഒന്നാമത് സൈഡൊക്കെ ആണെങ്കിലും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ അമേരിക്കൻ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.